അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത 3 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 3 ഓറഞ്ച് എടുക്കുക. ഇതിൽ നിന്നും ഒരു ഓറഞ്ച് 2 ഓറഞ്ച് നമുക്ക് വേണം. പിന്നെ ഒരു ഓറഞ്ചിന്റെ ജ്യൂസും വേണം. ഈ ഒരു ഓറഞ്ച് എടുക്കുക. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കത്തി കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ തൊലിയാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഓറഞ്ച് മുറിഞ്ഞു പോവാത്ത രീതിയിൽ തൊലി ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ തൊലി നമുക്ക് മെല്ലെ അടർത്തിയെടുക്കാം. അല്ല, ഈസി ആയിട്ട് നമുക്ക് തൊലി എടുക്കാൻ പറ്റും. രണ്ട് ഓറഞ്ചിന്റെ തൊലി ഇതുപോലെ എടുക്കുക. ഒരെണ്ണം എടുത്തു. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള 2 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 ഓറഞ്ചിന്റെ തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ച് നമ്മൾ അതിന്റെ നാരെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. എല്ലാ നാരും ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുക. ഓരോ അല്ലികളും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക. 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ കുരുവൊക്കെ അങ്ങെടുത്ത് മാറ്റാം. കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുക. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഓറഞ്ച് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും അതിൻ്റെ നാരും ഒക്കെ മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തണുപ്പിക്കാം. ഫ്രീസറിൽ വെക്കാം. ഈ 2 ഓറഞ്ചിൻ്റെ തൊലി ഇതാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓറഞ്ച് തൊലി എടുക്കുക. ഒരു ഓറഞ്ച് തൊലി എടുക്കുക. അതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്യാം. കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കും. കനം കൂടി പോകരുത്. ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഓറഞ്ചിൻ്റെ തൊലിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കി ഒരു ഓറഞ്ച് മാറ്റി വെച്ചില്ലേ, 3 ഓറഞ്ച് എടുത്തു. അതിന് 2 ഓറഞ്ചിൻ്റെ തൊലിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓറഞ്ച് നമ്മൾ ഫ്രീസറിലും വെച്ചു. ഇനി ഓരോ ഓറഞ്ച് ഉണ്ട്, അത് 2ആയിട്ട് മുറിക്കുക. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കണം. സ്ക്യൂസറിൽ വെച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ സ്ക്യൂസറിൽ വെച്ച് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയൊക്കെ പിഴിയുന്നത് പോലെ പിഴിഞ്ഞെടുത്താലും മതി. അല്ലാതെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അടിക്കരുത്. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ കുരുവെല്ലാം മാറ്റി ഇതാ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ഉണ്ടാവും. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഞാനിപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കുക. ഓറഞ്ച് തൊലിയിലുള്ള കയ്പ്പ് രസം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ കയ്പ്പ് രസമൊക്കെ മാറും. അതിനാണ് കൂടുതൽ വെള്ളത്തിൽ ഇത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഈ ഓറഞ്ച് തൊലി കോരി മാറ്റാം. ഒരുപാട് വെന്ത് കുഴയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കയ്പ്പ് മാറി കിട്ടിയാൽ മാത്രം മതി. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പാത്രം വൃത്തിയാക്കിയിട്ട് ആ പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എത്രയാണ് നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഓറഞ്ചിന് നല്ല മധുരമുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഓറഞ്ച് ഫുഡ് കളറാണ്. അപ്പോൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാതെ ചെയ്യുക. ചെറുതായിട്ടൊന്ന് വറ്റണം. ഒട്ടുന്ന പരുവൊന്നും ആവണ്ട.
ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് വെച്ച ഓറഞ്ച് തൊലി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടിയിട്ട് വറ്റി ഒന്ന് വരണം. അതുവരെയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു ഒട്ടുന്ന പരുവാവണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ആ ഓറഞ്ച് തൊലിയിലെല്ലാം പഞ്ചസാര പാനി പിടിച്ച് കിട്ടണം. അപ്പോൾ അതെല്ലാം വറ്റി ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവായിട്ടുണ്ട്. ഒരുപാട് ഒട്ടുന്ന പരുവാവരുത്. ചെറുതായിട്ട് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് ഒട്ടണം. ചൂട് മാറിയിട്ട് നോക്കുക. ചെറുതായിട്ട് ഒട്ടുന്ന ഇതുപോലെ ചെറുതായിട്ട് ഒട്ടുന്ന പരുവായാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ചൂടൊക്കെ നല്ലതുപോലെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂട് മാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം. അല്ലാതെ വെറുതെ ഇതുപോലെ കോരി കഴിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഓറഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓറഞ്ചും വേസ്റ്റ് ആവില്ല, ഓറഞ്ച് തൊലിയും വേസ്റ്റായി പോവില്ല. കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഉപ്പും മധുരമൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെറുതെ കഴിക്കാം. അത് മാത്രമല്ല നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ഗാർണിഷിന് വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡെസേർട്ടിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിലൊക്കെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബാറ്ററിൽ ഓറഞ്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഫ്രൂട്ട് സാലഡിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാൻ മാത്രം നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു കയ്പ്പരസം ഉണ്ടാവും. വാടാത്ത ഓറഞ്ച്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഈർപ്പൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലിട്ടിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാവും. ഓറഞ്ച് തൊലി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഓറഞ്ച് തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ 2 വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഓറഞ്ച് തൊലി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്